ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഓൺ വോയിസിൽ അതും വീഡിയോ ഓണാക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നത് വേറെ ഒന്നുമല്ല, ഞാനൊരു സന്തോഷ വാർത്ത പറയാനാണ്. അപ്പോൾ എനിക്ക് ഒരു സർപ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വേറെ ആരുന്നല്ല, എൻ്റെ ഹസ്ബൻഡിൽ നിന്നാണ്. അപ്പം എനിക്കറിയില്ലല്ലോ സർപ്രൈസ് വരുന്നുണ്ടെന്ന്. പക്ഷേ ഹസ്ബൻഡിനോ അതൊരു വീഡിയോ എടുക്കാൻ തോന്നില്ല. അപ്പം ഞാനത് ലാസ്റ്റാണ് പറയുന്നത്. അപ്പോൾ ഒരു വീഡിയോ എടുത്തിരുന്നെങ്കിൽ ആ എക്സ്പ്രഷനും ഒക്കെ കാണാമായിരുന്നു, എല്ലാവർക്കും കാണാമായിരുന്നു. ആദ്യം എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോഴാണ് ആൾ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, സാധാരണ രാത്രി വിളിക്കാറുണ്ട്. അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ATM കാർഡ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ആളെന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ തപ്പാൻ നോക്കായിരുന്നു. അപ്പോൾ ഞാൻ റൂമിലൊക്കെ നോക്കി. അപ്പോൾ ചേട്ടൻ പറഞ്ഞിരുന്നു എന്നോട്, അച്ഛൻ്റെ റൂമിലുണ്ടാവും, അച്ഛൻ്റെ റൂമിൽ വെച്ചെന്നാണ് എനിക്കൊരു ഓർമ്മ, അപ്പോൾ നീ ഒന്ന് അത് നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലുണ്ടാവും. അപ്പം ഞാനത് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി എൻ്റെ റൂമിൽ തപ്പാൻ പോയപ്പോൾ കുറേ തപ്പിട്ട് കിട്ടിയില്ല. അപ്പോൾ പോയി അച്ഛൻ്റെ റൂമിൽ പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ റൂമിൽ പോയി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ കബോർഡ് നോക്കിയപ്പോൾ അച്ഛൻ്റെ റൂമിൽ ഇല്ല. അപ്പോൾ ഞാൻ വേറൊരു കബോർഡിൽ നോക്കിയപ്പോൾ ATM കാർഡ് നോക്കുകയാണ് തപ്പാണ്. അപ്പോൾ ഞാനൊരു ഗിഫ്റ്റ് ബോക്സ് കണ്ടു കേട്ടോ. പൊതിഞ്ഞിട്ടൊക്കെ ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഹസ്ബൻഡ് അമ്മയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഗിഫ്റ്റായിട്ട് അമ്മയ്ക്ക് സർപ്രൈസ് തരാൻ വേണ്ടി വെച്ചതായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു, അച്ഛൻ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടല്ലോ, ആർക്കാണോ, അമ്മയ്ക്കാണോ ബർത്ത്ഡേക്ക് അമ്മയ്ക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടി വെച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ തുറക്കടി പറഞ്ഞു. അപ്പം ഞാൻ എങ്ങനെ തുറക്കാം, അച്ഛനോട് ചോദിക്കാണ്ട്, അത് അച്ഛൻ വാങ്ങിച്ച സാധനമാണെങ്കിൽ ഞാൻ എങ്ങനെ തുറക്കണം. അപ്പം ഞാനെന്ത് ചെയ്തു, അച്ഛനോട് ചോദിക്കി, ഗിഫ്റ്റ് അമ്മയ്ക്കാണല്ലോ കൊടുക്കണത്, അപ്പം അച്ഛനെ കൊടുക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അച്ഛൻ കൊടുത്തോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഞാൻ തുറക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അമ്മനോട് പറഞ്ഞു, അച്ഛൻ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, തുറക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താണാവോ തുറക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ തുറക്കെന്ന് പറഞ്ഞു. അപ്പോൾ അനിയനെ നോക്കി ചിരിക്കുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ചേട്ടൻ വീഡിയോ കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്ക് ക്യാമറ കാണിക്കും, ഞാനും കൂടെ നോക്കട്ടെ, അച്ഛൻ എന്നിട്ടാണാവും അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്തത്, ഞാനും കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ അനിയന് ഫോൺ കൊടുത്തു, ബാക്ക് ക്യാമറ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ചെയ്യാൻ പറഞ്ഞു. ചേച്ചി ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞു അനിയൻ. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തപ്പോഴാണ് ചേച്ചി വലിയ വെയിറ്റും ഉണ്ട്. ചേച്ചി എന്ന് വെച്ചാൽ ടാബാണോ, ഇനി ടാബൊക്കെ വാങ്ങിച്ചു കൊടുക്കും അച്ഛൻ അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട്. എനിക്ക് എന്തോ ഡൗട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ടാബൊന്നല്ല, ഫോണായിരുന്നു. ഞാൻ അമ്മയ്ക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്തു. അമ്മയ്ക്ക് പഴയ ഫോണാണ് ഉള്ളത്. അപ്പോൾ അമ്മയ്ക്ക് പുതിയ ഫോൺ വാങ്ങിച്ചു കൊടുത്തതാണല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ ആ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഫോൺ വേറെ ആർക്കുമല്ല, അതെനിക്കുള്ളതാണെന്ന് മനസ്സിലായത് അപ്പോഴാണ്. അപ്പോൾ ഞാൻ ഞെട്ടി ഒന്ന്. അതിപ്പോൾ ആ ഫോണിപ്പോൾ ഇറങ്ങിയിട്ട് ഒരു ജൂലൈ 14 കണ്ടാണ് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഫോണിനെ കുറിച്ച് അത്ര ക്ലിയറായിട്ട് അറിയില്ല. പക്ഷേ എനിക്ക് ഐഫോൺ വാങ്ങിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഞാൻ മിക്കവരോടും ചോദിച്ചപ്പോഴും ഐഫോൺ നമ്മൾ യൂസ് ചെയ്യണത്, ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്തിട്ട് ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ നമുക്കൊരു ആപ്പും കയറ്റാൻ പറ്റില്ല, എഡിറ്റിംഗ് ആപ്പോ ഒന്നും കയറ്റാൻ പറ്റില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ ആപ്പ് കയറ്റണമെന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഐഫോൺ അല്ല. പിന്നെ ഒരു ഐഫോൺ ഉണ്ടെങ്കിലും എക്സ്ട്രാ ഫോൺ കൈ പിടിക്കേണ്ട അവസ്ഥയായിരിക്കും. അപ്പോൾ എനിക്കൊരു ചെറിയ ഒതുങ്ങിയ ഫോൺ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ ഫോണിൻ്റെ പേര് ഫോൺ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മളെ വിവോൻ്റെ X20 FE ആണ്. അപ്പോൾ എനിക്ക് ഹസ്ബൻഡ് വാങ്ങിച്ചു തന്നത്. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം റിവ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം, വാങ്ങിച്ചു നോക്കാം. അപ്പോൾ നമുക്കിത് പൊട്ടിക്കാം. ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു പ്രാവശ്യം പൊട്ടിച്ച് നോക്കിയതാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ഓൾറെഡി ഇത് പൊട്ടിച്ചതായതുകൊണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ നമുക്കിതിന് കവറിടാം. കവറാണ് ഇതിൻ്റെ ബ്ലാക്ക് കവർ. അപ്പോൾ അതിടാം. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ടുള്ള ഫോൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫോൺ. അപ്പോൾ അതിൻ്റെ ബാക്ക് ലുക്ക് ഇതാണ്. ഇത് ചില്ലൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇത് നമുക്കൊന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം ഞാനിത് രാവിലെ തന്നെ ഒന്ന് ജസ്റ്റ് നോക്കിയിരുന്നു.
സൂമിങ് ആയാലും ഫോട്ടോ എടുക്കുമ്പോഴായാലും നല്ല ക്ലാരിറ്റിയും ഒക്കെ ഉണ്ട്, വീഡിയോ ആയാലും ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടാലോ. അപ്പം നമുക്ക് പുതിയ ഫോണിൻ്റെ റിവ്യൂ ആണ് പറഞ്ഞത്. സോ നല്ല ക്ലിയറാണ് കേട്ടോ. ക്യാമറ സൂം ചെയ്യാനും നല്ല ക്ലാരിറ്റി ഉണ്ട്. അതുപോലെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഞാനപ്പോൾ മാവിൻ്റെ ഒരു ഫോട്ടോ അവിടെ നിന്നപ്പോൾ എടുത്തതാണ്. ജസ്റ്റ് സൂം ചെയ്തിട്ട് എടുത്തപ്പോഴേക്കും ക്ലിയർ നോക്കിക്കോളൂ, നല്ല ക്ലിയറാണ്, നല്ല നല്ല ക്ലാരിറ്റി ഉണ്ട്. സോ എനിക്കെന്തായാലും ഇഷ്ടമായിട്ടോ. ഏറ്റവും മുകളിൽ ടോപ്പിംഗ് എടുത്തതാണ്. അപ്പോൾ ഇത് ചൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മോഡല്. പിന്നെ അതുപോലെ സുഖമാണ് പിടിച്ചു നടക്കാൻ ആയാലും. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സർപ്രൈസൊക്കെ തരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാണ്ടൊക്കെ തരുമ്പോൾ ഒരു സന്തോഷമാണ് സർപ്രൈസ് തരുമ്പോൾ. സോ എനിക്കിത് കിട്ടിയതിൽ വളരെ സന്തോഷം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. പിന്നെ അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ.